ruchibedhangal. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. പൊതുവേ വേനൽക്കാലം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കഴിക്കണതിനെക്കാട്ടിലും എന്തെങ്കിലും തണുത്തത് കുടിച്ചുകൊണ്ടിരിക്കാനായിരിക്കും ഇഷ്ടമല്ലേ എല്ലാവർക്കും. എനിക്കങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഹെൽത്തി ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സമ്മർ ഡ്രിങ്ക് ആയിട്ടാട്ടോ. ഇത് ഒരേ സമയം കുടിക്കുകയും ചെയ്യുക, കഴിക്കുകയും ചെയ്യുക. അപ്പോൾ വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഡ്രിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സാഗോ അല്ലെങ്കിൽ സാബുദാന, ചൊവ്വരി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ 1/4 കപ്പ് ചൊവ്വരിയാണുള്ളത്. ഇത് വൃത്തിയായിട്ട് കഴുകിയ ശേഷം ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അങ്ങനെ ഞാൻ കുതിർത്ത് വെച്ചതാണിത്. ഇനി ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് വനില ഫ്ലേവറിലുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഉപയോഗിക്കാം. പിന്നെ കസ്റ്റർഡ് പൗഡർ ഇല്ലാത്തവർക്ക് ഒരു വിഷമവും വേണ്ട കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റർഡ് പൗഡർ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ ഓൾറെഡി തിളപ്പിച്ച പാലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മാത്രമേ സ്റ്റൗ ഓൺ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. കസ്റ്റേർഡ് പൗഡർ അല്ലേ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്നാവും കേട്ടോ, കാരണം നമ്മളിത് ഒരുപാട് തിക്കാക്കി എടുക്കണില്ല. നമുക്കത് ഡ്രിങ്ക് ആയിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് വേണം ഉണ്ടാവാനായിട്ട്. അതേസമയം നമ്മുടെ കസ്റ്റേർഡ് പൗഡർ നന്നായിട്ട് വേവും വേണം. അപ്പോൾ നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് മിൽക്ക് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മതിയാവും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇത് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ നിർത്താനായിട്ട്. ഇനി ഇത് ആറിക്കഴിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചൊവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ചൊവ്വരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൊവ്വരിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പെട്ടെന്നാവും കേട്ടോ നമ്മൾ കുതിർത്ത കാരണം. നമ്മൾ ഇളക്കിയില്ലെങ്കിൽ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പോയി അങ്ങനെ സ്റ്റിക്കായി നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയണത്. അപ്പോൾ ഒരു 7 മിനിറ്റിലൊക്കെ ഇത് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നമ്മുടെ ചൊവ്വരിയൊക്കെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നന്നായിട്ട് വെന്തു എന്നാണ്. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിനർ എടുത്തിട്ട് അതിലേക്ക് ഇതിലെ വെള്ളം മുഴുവൻ കളയണം. എന്നിട്ട് ചൊവ്വരി മാത്രമായിട്ട് എടുക്കണം. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലായിട്ട് ഒഴിക്കണം. ഇത് പരസ്പരം ഒട്ടാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഈ ഡ്രിങ്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് കാണാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാരയും പാലും കൂടെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. പെട്ടെന്ന് അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തത്. പിന്നെ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് കൊടുക്കാം. അടുത്തത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡ് മിൽക്കാണ്. ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തു. അതും ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ അടുത്തത് നമ്മൾ വേവിച്ച് വെച്ച ചൊവ്വരി. പിന്നെ അടുത്തത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ച മാങ്ങ. ഇത് ഞാനൊരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മാതളപ്പഴം. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് പഴം ഉണ്ടെങ്കിൽ അതിട്ട് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജൗവരിയും കസ്റ്റേർഡും ചേർന്നിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴങ്ങളൊന്നും ഇല്ലെങ്കിലും വിരോധമില്ല. ഈ ജൗവരിയും അതേപോലെ തന്നെ കസ്റ്റേർഡ് മിൽക്കും ചേർന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്, ഫില്ലിംഗ് ആണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം.
പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ അതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.